പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ ഞെട്ടിച്ചുകൊണ്ട്. ഒടുവിൽ മീനുവിനെ വഴിയിൽ ഇറക്കിവിട്ട് സൂരജ് തന്റെ കാര്യവുമായി മുന്നിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കിട്ടിയതിനെ തുടർന്ന് മീനു എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് മീനുവിനെ സഹായിക്കുന്നതിനായി അപ്രതീക്ഷിതമായി അവിടേക്ക് മീനുവിന്റെ ഫ്രണ്ട് കയറി വരുന്നത്. ഇതേ തുടർന്ന് മീനുവിനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതോടെ മീനു തിരുവനന്തപുരത്തേക്ക് പോകാനായി ഇറങ്ങിയതാണ് ഞാൻ. സൂരജിന്റെ കൂടെ യാത്ര തിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ സ്ത്രീ വിരോധിയായ തൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് തന്നെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അയാൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അയാൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഒരു പെൺകുട്ടിയോട്? വഴിയിലിങ്ങനെ ഒന്നും അറിയാത്ത വിധം ഇറക്കി വിടുക അത് ശരി തന്നെയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മീനു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഒടുവിൽ മീനുവിനെ സഹായിക്കാൻ ഞാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവർ മീനുവിനെയും കൂട്ടിക്കൊണ്ട് യാത്ര തിരിക്കുന്നു. പക്ഷേ പോകുന്നതിനിടയിലാണ് വണ്ടി കേടായി വഴിയിൽ സൂരജ് നിൽക്കുന്നത് കാണാൻ ഇടയാകുന്നത്. ഇതോടെ തിരിച്ചടി കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇതെന്ന് പറയുന്ന മീനു വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മീനുവിനെ സഹായിക്കാൻ തയ്യാറായി കൂട്ടുകാരിയും കൂടെ നിൽക്കുന്നു. ഇതേ തുടർന്ന് എന്ത് പറ്റി സാർ, വണ്ടി കേടായോ? ഇത് കാണുന്ന സൂരജ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുന്ന സൂരജ് മീനുവിന് പുതിയൊരു സഹായം ലഭിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതോടെ സാർ എന്തായാലും വണ്ടി ശരിയാക്കിയിട്ട് വരൂ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മീനു മടങ്ങുമ്പോഴാണ് തന്നെ സഹായിക്കുന്നതിനായി മീനുവിന് സാധിക്കും എന്ന് മനസ്സിലാക്കി മുന്നിലേക്ക് കടന്ന് വരികയാണ് സൂരജ്. മീനു ഒരു നിമിഷം നിൽക്കണം. എന്താ സാർ, എന്തു വേണം? മീനു, എൻ്റെ വണ്ടി കേടായിരിക്കുകയാണ്. ഇവിടെ നോക്കിയിട്ട് സഹായത്തിനായി ആരുമില്ല. എന്നെ അടുത്തുള്ള ജംഗ്ഷനിലോ മറ്റോ ഇറക്കി വിടുകയാണ് എങ്കിൽ വല്ല മെക്കാനിക്കിനെയോ കൊണ്ട് ഞാൻ ഇവിടേക്ക് വരാം. എന്നിട്ട് വണ്ടി ശരിയാക്കി വന്നുകൊള്ളാം. എന്നെ ആ മെക്കാനിക്കിന്റെ ഷോപ്പ് വരെ ഒന്ന് ആക്കി തരുമോ? അല്ലെങ്കിൽ ആ ജംഗ്ഷനിലായാലും മതി. അയ്യോ സാർ, സാർ ഒരു സ്ത്രീ വിരോധിയല്ലേ? അങ്ങനെയുള്ള സാർ സ്ത്രീകളായ ഞങ്ങളോട് സഹായം ചോദിക്കുന്നത് ശരി തന്നെയാണോ? അത് സാറിന്റെ ഇമേജിനെ ബാധിക്കില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതോടെ സൂരജ് ദേഷ്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട്, സഹായം എനിക്കിപ്പോൾ അത്യാവശ്യമാണ് മീനു. ഇവിടെ ആരുമില്ല എന്നെ സഹായിക്കുന്നതിനായി. മീനു എന്നെ കൈവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ മീനു, എന്നെ സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ മീനു വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞിരിക്കുകയാണ് സൂരജിനോട്. ഇതോടെ സൂരജിനും സന്തോഷമാകുന്നു. എന്നാൽ കൂട്ടുകാരിയാകട്ടെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ തിരിച്ചടിക്ക് ഇതിലും നല്ല സമയം വേറെയില്ല. എന്തിനാണ് അയാളെയൊക്കെ വണ്ടിയിലേക്ക് കയറ്റുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാരമില്ലടി, അയാളെ അവിടെ അങ്ങനെ ഇറക്കി വിട്ടേക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സഹായിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുന്നു. ഇതോടെ സൂരജ് വണ്ടിയിലേക്ക് കയറി ഇരിക്കുകയാണ്. മാത്രവുമല്ല ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് സൂരജ് എൻ്റെ കൂടെ വന്നോളൂ എന്നുള്ള കാര്യം അറിയിക്കുന്ന മീനു ഇതേ തുടർന്ന് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ തയ്യാറാവുകയാണ്. അവിടെ ഇറങ്ങുന്ന സൂരജ് ആകട്ടെ ഉടൻ തന്നെ മെക്കാനിക്കിനെ ചെന്ന് കാണുകയും വണ്ടിയുടെ പ്രോബ്ലത്തെ പറ്റി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.
ഇതോടെ സൂരജിനോട് ഉടൻ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു സഹായം നൽകാൻ സാധിക്കും എന്ന് പറയുന്ന മെക്കാനിക് പ്രശ്നമൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സൂരജിനും സന്തോഷമാകുന്നു. മീനുവിനെ ചെന്ന് കാണുന്ന സൂരജ് ഇതേ തുടർന്ന് മീനുവിനോട് നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല മീനു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ മീനു ഇപ്പോൾ ചെയ്ത കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്നും ഓർമ്മിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് സൂരജ്. മാത്രവുമല്ല ഇതേ തുടർന്ന് മീനുവിനോട് തിരികെ എൻ്റെ കൂടെ തന്നെ വരാം എന്നുള്ള കാര്യം അറിയിക്കുന്ന സൂരജ് ഈ ചെയ്തു തന്ന സഹായത്തിന് പ്രതിഫലമായി ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മീനുവിനെ. ഇതോടെ മീനുവിനോടുള്ള ദേഷ്യം കുറഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പോൾ സൂരജിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.